ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കേരളത്തിൽ സീറ്റുണ്ട്, പക്ഷെ മുഖ്യമന്ത്രിയില്ല. കോൺഗ്രസ്സുകാർ ഇവിടെ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം പല ആൾക്കാരും കേരളത്തിൽ ഇതിനെ വിമർശിക്കുന്ന സംഘപരിവാറിന് മുന്നിൽ വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയല്ലേ, നിങ്ങൾ ഉള്ളിൽ ജനാധിപത്യമില്ലല്ലോ. നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്ന കാര്യങ്ങളല്ലേ നടക്കൂ. അവിടെയുള്ള MLA മാർക്കോ അണികൾക്കോ പോലും അറിയില്ല ആരാണ് മുഖ്യമന്ത്രിയായിട്ട് അവിടെ വരിക എന്നുള്ളത്. അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ താങ്കളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പേഴ്സണലായിട്ടാണ് ചോദിച്ചത്. അതായത് ഈ BJP-യിൽ ഇപ്പോ പല ആൾക്കാരും BJP ഐഡിയോളജി പേരാതെ മുഖ്യമന്ത്രിമാരാകുന്നുണ്ട്. അതിലൊന്ന്, ഒരാൾ ഇന്ന് മുഖ്യമന്ത്രിയായി, അത് സുവേന്ദു അധികാരിയാണ്. അതിനു മുമ്പ് ഹിമന്ത ബിശ്വ ശർമ്മ മുഖ്യമന്ത്രിയായി. സുവേന്ദു അധികാരി TMC-യിലായിരുന്നു, മമതയുടെ വലങ്കൈയായിരുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പൊ ഇവരൊക്കെ BJP-യിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് BJP-യുടെ ഐഡിയോളജിയുമായി ഇവർ ഇഴുകിച്ചേരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ഭാവിയിൽ ഇതൊരു വലിയ പ്രശ്നമാകില്ല എന്നാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. എങ്കിലും BJP എങ്ങനെയാണ് ഇവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളൊരു അത്ഭുതം തന്നെയാണ്. BJP എങ്ങനെയാണ് ഇവരെ ചെത്തിമിനുക്കി ഇവരുടെ BJP-യുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരുപാട് മുഖ്യമന്ത്രിമാരും ഒരുപാട് നേതാക്കന്മാരുണ്ട്, ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കം ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ BJP എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്ത്, BJP എങ്ങനെയാണ് ഇവരെ മെരുക്കി, BJP എങ്ങനെയാണ് ഇവരെ ടൈം ചെയ്ത് കൊണ്ടുവരുന്നത്? BJP-യുടെ ഒരു ഇപ്പോ ഹിമന്ത ബിശ്വ ശർമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഈ അടുത്ത ആഭ്യന്തരമന്ത്രിയാകുമെന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് BJP-യുടെ ആ ഒരു തന്ത്രം? വളരെ ഇത് ജനം അറിയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം പലരും പറയാറുണ്ട് ഈ BJP-ക്കകത്ത് പുറത്തു നിന്ന്, അതായത് കോർ BJP അല്ലാതെ എന്താണ് ഈ BJP പരിവാർ കുടുംബത്തിൽ നിന്ന് വന്നവർക്ക് മാത്രമേ അവിടെ പ്രയോറിറ്റി ഉള്ളൂ, അല്ലാത്തവർക്കൊന്നും പ്രയോറിറ്റി കിട്ടാറില്ല എന്ന് പറയാറുണ്ട് പലപ്പോഴും. ഒരു കാര്യം ആദ്യം തന്നെ പ്രേക്ഷകർ വേണം, 17 മുഖ്യമന്ത്രിമാരാണ് ഇന്ത്യയിൽ BJP-ക്ക് മാത്രമുള്ളത്. NDA അല്ല, NDAക്ക് 22 ഉണ്ട്, ഇവർക്ക് 17 ഉള്ളൂ. ഈ 17 6 പേരും അവരുടെ സ്കൂളിൽ നിന്ന് വന്നവരല്ല. അവര് വന്ന് അവരുടെ അതിന്റെ പ്രവർത്തനം കൊണ്ട് അവരുടെ ആ പ്രവർത്തനത്തിന് ഉചിതമായ മാന്യമായ സ്ഥാനം BJP നൽകിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ആള് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു സംഘപരിവാറിനിടയിൽ യോഗി ആദിത്യനാഥ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നതും പിന്തുണയുള്ളതുമായിട്ടുള്ള ഒരു നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. കടുത്ത ഹിന്ദുത്വത്തിന്റെ വക്താവാണ് അദ്ദേഹം. ഇന്റർനാഷണൽ കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന സുവേന്ദു അധികാരി ധനുഷ് സൂചിപ്പിച്ചു, TMC നിന്ന് വന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ യോഗി ആദിത്യനാഥിനെയാണ് അദ്ദേഹം മാതൃകയായി സ്വീകരിച്ചത്. അദ്ദേഹം ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ഞാൻ യോഗിയുടെ പാത പിന്തുടരുന്ന ആളാണ്. യോഗിയേക്കാൾ വലിയൊരു ഹിന്ദുത്വത്തിന്റെ പ്രതീകമായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വന്നത് ഈ അടുത്ത് ഒരു മാസം മുമ്പ് ബീഹാറിന് മുഖ്യമന്ത്രിയായി ചാർജ് ഏറ്റെടുത്ത ചൗധരി സാമ്രാട്ട്, അദ്ദേഹം JDU-വിലായിരുന്നു. അതിനു മുമ്പ് ലല്ലുവിന്റെ പാർട്ടിയിലായിരുന്നു. അതിന് JDU വന്നു. 2018 കൂടിയിട്ടാണ് JDU നേരെ അദ്ദേഹം BJP-യിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. ഇനി അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൽ നിന്നാണ് അദ്ദേഹം BJP-യിൽ ഇടുന്നത്. നല്ല ഭരണം അദ്ദേഹം അവിടെ കാഴ്ചവെക്കുന്നു, മിടുക്കനായതുകൊണ്ടാണ്. ഇനി ത്രിപുര മുഖ്യമന്ത്രി ആരാണ്? ആദ്യത്തെ ഫസ്റ്റ് ത്രിപുര മുഖ്യമന്ത്രി ആരായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, CPM-കാരനാണ്, സഖാവായിരുന്നു. ഇപ്പോഴത്തെ അല്ല, മണിക് സാഹ അല്ല, അതിന് മുമ്പ് ഇരുന്ന് പെട്ടെന്ന് പേര് മറന്നുപോയി. നമ്മുടെ ഒരു ബോഡി ബിൽഡർ ആയിരുന്നല്ലോ, പേര് പെട്ടെന്ന് വിട്ടുപോയി. ഫസ്റ്റ് ആദ്യത്തെ ഇത് 2ാം മന്ത്രിസഭയാണ്, 2ാം BJP സർക്കാരാണ്. 2ാം സർക്കാരില് പിന്നെ മുഖ്യമന്ത്രി മണിക് സാഹ, അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം അതിലേക്ക് എത്തിയില്ലേ. അതുപോലെ തന്നെ ബീരൻ സിംഗ് ആരായിരുന്നു മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി? കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിൽ നിന്നാണ് BJP-യിൽ ഇട്ടത്. അപ്പൊ കഴിവുള്ളവരെ ആക്കാൻ, അതാ ഞാൻ പറഞ്ഞു, 17 മുഖ്യമന്ത്രിമാർ അവർക്കുണ്ട്. അതിനകത്ത് 6 പേരും കോറായിട്ടല്ല വന്നത്. പക്ഷെ അവര് എന്തുകൊണ്ട് ആ സ്ഥാനത്ത് അവർ എത്തിയെന്ന് ചോദിച്ചാൽ അവരുടെ കഠിനാധ്വാനം, സംഘടനയോടുള്ള കൂറ്, സംഘടനയുടെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് അവർ മുൻപോട്ട് പോകുന്നത്, അവരുടെ അച്ചടക്കം, പാർട്ടി കേഡർ എന്ന നിലയിൽ അവരെവിടെങ്കിലുമൊക്കെ താൻ നേതാവാണെന്നും ഇതിനകത്ത് പറയുന്ന ഈ 6 പേരിൽ ഒരാൾ പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അവരുടെ ഒക്കെ പ്രസംഗങ്ങളും ബൈറ്റുകളും ഇന്റർവ്യൂകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ തന്നെയാണ്. അവരെ എല്ലാത്തിലും പറയുന്നത് ഞാൻ BJP-യുടെ ഒരു എളിയ പ്രവർത്തകൻ മാത്രമാണ്, എന്നെ എന്ത് ഡ്യൂട്ടിയാണ് അവർ ഏൽപ്പിക്കുന്നത് ആ ഡ്യൂട്ടി ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് മാത്രം പറയുന്ന ഒരു നേതാക്കന്മാരെയാണ്. അല്ലാതെ ഞാൻ മുഖ്യനെന്നോ ഞാൻ നേതാവെന്നോ ഞാനാണ് ഹീറോ എന്നോ അവരാരും എന്നും പറഞ്ഞ് നമ്മൾ നടന്നിട്ടില്ല. കേരളത്തിൽ ഒരു അധികാരം ഇല്ലാഞ്ഞിട്ട് പോലും പല നേതാക്കളും പറഞ്ഞു ഞാനാണ് ഇതിന്റെ എല്ലാം പിന്നിൽ, ഞാനാണ് ഹീറോ എന്ന് പറയുന്ന ഒരുപാട് പൊങ്ങികളായിട്ടുള്ള BJP നേതാക്കളുടെ സംസ്ഥാനം നമ്മുടെ കേരള സംസ്ഥാനത്ത് പോലും ഉണ്ട്. അവിടെയാണ് ഹിമന്ത ബിശ്വ ശർമ്മയും ഈ സുവേന്ദു അധികാരിയൊക്കെ നമ്മുടെ മാതൃകയായി മാറേണ്ടത്. കാരണം അവരൊരു പ്രസ്ഥാനത്തിൽ വന്നു. അന്ന് ഈ സുവേന്ദു അധികാരിയൊക്കെ വരുമ്പോൾ BJP അങ്ങനെ അധികാരം പിടിക്കുന്ന നിലയിലല്ല, വലിയ തിക്താനുഭവങ്ങൾ നേരിട്ടാണ് അദ്ദേഹമൊക്കെ ഈ സ്ഥാനത്തിരിക്കുന്നത്. 3 ദിവസം മുമ്പാണ് അദ്ദേഹത്തിന്റെ PA അത് കാരണമായി കൊല്ലപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ഒരാള്
അതുപോലെ ഹിമന്ത് ബിശ്വ ശർമ്മയും ഈ പട്ടണത്തെ കൂടെ വന്ന ആളൊന്നുമല്ല. ഹിമന്ത് ബിശ്വ ശർമ്മ വന്ന അപ്പോഴും BJP ആസാമിൽ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല, വളരെ ശക്തം തന്നെ ആയിരുന്നു, അതൊന്നും നമ്മൾ അല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഹിമന്ത് ബിശ്വ ശർമ്മ വന്നു കഴിഞ്ഞ് അദ്ദേഹം എങ്ങനെയാണ് ആസാമിനെ മാറ്റിയെടുത്തത്, നാളിതുവരെ ആർക്കും ചിന്തിക്കാത്ത രീതിയിലേക്ക് മാറ്റിയെടുത്തു. അവിടെ NCR നടപ്പാക്കി, CAA മാത്രമല്ലല്ലോ നടപ്പാക്കി, NCR കൂടെ പൗരത്വ ഭേദഗതി രജിസ്റ്ററും കൂടെ അവിടെ വന്നൊരു സംസ്ഥാനമാണത്. അപ്പം അവിടുന്ന് അത് ക്ലിയർ ആക്കിയിട്ട് ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബംഗാളിൽ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ സുവേന്ദു അധികാരിക്ക് കഴിഞ്ഞു. ബീഹാറിൽ അവിടുത്തെ ഒരു 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 എന്താണ് സ്ട്രോങ് ലീഡറായിട്ട് ഈ പറയുന്ന സാമ്രാട്ട് ഉയർന്നു വരികയായിരുന്നു. പേമ ഖണ്ഡൂരിയെ കുറിച്ച് ആർക്കും ഇന്നുവരെ ഒരു അപഖ്യാതി പോലും പറയാനില്ല. അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്, വളരെ മാന്യനായിട്ട് വ്യക്തിന്നുണ്ടായിരുന്നു. മറ്റേ സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. ഇനി ഈ ബാക്കിയുള്ള ഈ 22 ഇടങ്ങളിൽ ടോട്ടൽ ഈ 17 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 5 ഇടങ്ങളിൽ ഭരിക്കുന്ന NDA ആണ്. ആ NDA സർക്കാരിലൊക്കെ ഇരിക്കുന്നത് BJPയുടെ ഫ്ലേവർ ഉള്ളവരാണോ? അല്ല. അതായത് മാന്യമായ ഒരു സ്ഥാനം അവർക്ക് നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏതെങ്കിലും ഒരു പാർട്ടി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതായത് ഇങ്ങനെ വരുന്നവർക്ക് ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കുകയോ ഇല്ലെങ്കിൽ അവരെ കൊണ്ട് നടക്കുക. കോൺഗ്രസിലേക്ക് ഒരുപാട് പേര് വന്നില്ലേ, കമ്മ്യൂണിസ്റ്റിലേക്ക് ഒരുപാട് പേര് വന്നു, DMK-യിലേക്ക് വന്നു. ഇവരെല്ലാം വന്നിട്ടും ഇവരെല്ലാം ആ ഒരു ചവിട്ടുകൊട്ടയിൽ അവിടെ കിടക്കുകയാണ്. പക്ഷെ അതിനൊരു അർഹമായ സ്ഥാനം. അതുകൊണ്ടാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടികളെ മറ്റുള്ള പാർട്ടികൾ വെറുക്കുന്നത്, ഇത് പ്രതിപക്ഷത്തുള്ള വെറുക്കുന്ന പാർട്ടികൾ പോലും ഉള്ളിന്റെ ഉള്ളിൽ ആരാധിക്കുന്നത്. ഇപ്പോഴത്തെ DMK-യെ ഇപ്പൊ BJP ക്ഷണിക്കാമെങ്കിൽ അവർ NDA മുന്നണിയിൽ വരും. യാതൊരു മണിയും DMK-ക്ക് ഉണ്ടാകില്ല. അവരെ അലട്ടുന്നൊരു പ്രശ്നം ADMK അതിനകത്ത് ഉണ്ടെന്ന് മാത്രമാണ്. ADMK BJP-യുടെ റിലേഷൻ വിടുന്നു എന്ന് കരുതുക, വിട്ടുകഴിഞ്ഞ് ഇനിയിപ്പം BJP ആരുടെയും കണക്ഷൻ പിടിക്കാൻ പോകാൻ സാധ്യതയില്ല. DMK ഒരു സൈലന്റ് പാർട്ണറാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ രണ്ടുപേരും കൊണ്ടുപോകും. സൈലന്റ് പാർട്ണറാക്കി പുറമെ പബ്ലിക്കായിട്ടുള്ള ഭാര്യ ADMK ആയിരിക്കും, പരോക്ഷ കാമുകി DMK ആയിരിക്കും. ഇവരെ ഒന്നിച്ച് കൊണ്ടുപോകും. BJP സർക്കാർ അവിടെ പുറത്ത് നിൽക്കത്തേ ഉള്ളൂ, ഒറ്റയ്ക്ക് പോകത്തേ ഉള്ളൂ. അണ്ണാമനെ ഒരു തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. മുമ്പോട്ട് പോവുകയും ഒരുപക്ഷെ ഭാവിയിൽ അവർക്ക് വിജയമായിട്ട് പോലും അവർക്കൊരു കാലുഷ്യമില്ല, പിണക്കമില്ല. വിജയ്ക്ക് അവർ സീറ്റ് കൊടുക്കാൻ വിജയെ തങ്ങളുടെ കൂടെ നിർത്താമെന്ന് പറഞ്ഞിരുന്നതാണ്. അണ്ണാമലെ ആണ് വിജയ് ഇപ്പോഴും അദ്ദേഹം മികച്ച നേതാവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അണ്ണാമല തന്നെയാണ്. അപ്പം അവർക്ക് അങ്ങനെ ആരുമായിട്ടുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിന്ന്, അതിപ്പം സംസ്ഥാന തലത്തിലായാലും എവിടെയായാലും ഒരു പാർട്ടി നിന്ന് കഠിനാധ്വാനി ആണ് എന്നുണ്ടെങ്കിൽ അവർ അർഹിക്കുന്ന ഒരു പോസ്റ്റ് അവർ കൊടുക്കാറുണ്ട്. കേരളത്തിൽ പോലും നമ്മൾ കണ്ടതാണ്. ഷോൺ ജോർജിനെ പോലുള്ളവരൊക്കെ ജനപക്ഷം എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് വന്നവരാണ്, പാർട്ടിയിൽ നിന്ന് വന്നവരാണ്. അവർ പോലും ഒരു ഹാർഡ് വർക്കർ എന്ന നിലയിൽ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് മോശമാക്കിയിട്ടില്ല. അദ്ദേഹം നല്ലൊരു ഹാർഡ് വർക്കറായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള അനവധി പേര് അവർ അവരുടേതായ പോസ്റ്റുകൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മളിവിടെ അറിയണം. അതായത് BJP-ക്കാർ പുറത്തുനിന്ന് അവരുടെ സംഘടനയിലേക്ക് എത്തുന്നവർക്കും മാന്യമായ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഈ 17-ൽ 6 പേരും അവരുടെ പൂർവ്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസും JDU-വും ഒക്കെ ആയിരുന്നു. അവിടെ നിന്ന് വന്ന് അവര് ഈ ഒരു രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ആണ് ആ പാർട്ടി നിലനിൽക്കുന്നത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുക മാത്രമല്ല, പ്രാവർത്തികമാക്കി കൂടെ അവർ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമാണ്. അപ്പൊ ചോദിക്കും, ഇനി വളരെ കൗതുകരമായ കാര്യമുണ്ട്. ഈ മുസ്ലിംസിനെ ഒരൊറ്റടത്ത് പോലും ബംഗാളിൽ സ്ഥാനാർത്ഥിയാക്കിയില്ല. പക്ഷെ മുസ്ലിം മണ്ഡലങ്ങളിൽ പലരും BJP ജയിച്ചു കയറി. അപ്പൊ മുസ്ലിംസിന് ആ വിഷയമില്ല. എന്താണ്, ഞങ്ങളുടെ ആള് തന്നെ ജയിക്കണമെന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ജയിക്കണമെങ്കിൽ അവർ അവരുടേതായ രീതിയിൽ അവിടെ നിന്ന് ഉയർന്നു വരുന്നൊരു നേതാവിനെ നിൽക്കുകയും ആ നേതാവ് ആ ഒരു പൊളിറ്റിക്സ് ഇന്ത്യയിൽ കഴിഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഒരു ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഹിമന്ത് ബിശ്വ ശർമ്മയോട് ആ ചർച്ച നയിക്കുന്ന ആങ്കർ ചോദിക്കുന്നുണ്ട്, കോൺഗ്രസിന് 30 സീറ്റ് കിട്ടി, ഇത് നിങ്ങളുടെ ഔദാര്യത്തിൽ കൊടുത്തതാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഹിമന്ത് ബിശ്വ ശർമ്മ നേരത്തെ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, എന്റെ ഔദാര്യമാണ് കോൺഗ്രസിന്റെ 30 സീറ്റ് എന്ന്. അതിൽ 19 മുസ്ലിം MLA മാരുണ്ട്, ഇതും നിങ്ങളുടെ ഔദാര്യത്തിൽ കൊടുത്തതാണോ എന്ന് അവർ വളരെ സാക്ഷ്യത്തോടു കൂടി ചോദിക്കുമ്പോൾ ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്. അപ്പൊ അവർ ചോദിക്കും, എന്താണത്? ആ 19 പേര് ഞങ്ങളുടെ ആൾക്കാരാണ്. മുസ്ലിം MLA മാര് 19 പേര് നിങ്ങൾക്കത് ഇപ്പൊ മനസ്സിലാവില്ല, അടുത്ത പ്രസിഡന്റ് ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് പറയുന്നത്. അത് എല്ലാം എന്റെ ആൾക്കാർ തന്നെയാണെന്നാണ് ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നത് അവിടെ പറയുന്നത്. പക്ഷെ നേരെ വെച്ച് കേരളത്തിലോ ഇത്തവണ നിയമസഭയിൽ മുസ്ലിം ലീഗുകാർ ഒരു ഹിന്ദു ഒരു സ്ത്രീയെ നിർത്തിയില്ലേ, വനിതാ സ്ഥാനാർത്ഥി നിർത്തിയില്ലേ? അവരുടെ അവസ്ഥ എന്താ? തോറ്റുപോയില്ലേ? ബാക്കി അവരുടെ ആൾക്കാർ ബാക്കിയെല്ലാം ജയിച്ചില്ലേ? അതാണ്, അതൊരു രാഷ്ട്രീയമാണല്ലോ. അതായത് നമുക്കിപ്പം രാഷ്ട്രീയത്തിന് മതം വേണമെന്നില്ലെന്ന് തെളിയിച്ചു കൊടുത്തത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം UP-യിലായാലും ഗുജറാത്തിലായാലും ഒരൊറ്റ സീറ്റ് മുസ്ലിമിന് കൊടുക്കാതെയാണ് അവിടെ ജയിച്ചത്. പക്ഷെ മുസ്ലിം മണ്ഡലങ്ങളിൽ അവർ ജയിക്കുന്നുണ്ട്. അവിടെ ഏതെങ്കിലും മുസ്ലിമിന്റെ തലയെടുത്തോ, മുസ്ലിമിനെ ഈ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിട്ടോ, ഇല്ല അവരെ ഇല്ലാതാക്കുക ഇല്ല. ഇത് ബംഗാളിലെ ജനം തിരിച്ചറിഞ്ഞു. ബംഗാളിലെ ഈ ഇലക്ഷൻ ടൈമിൽ ക്യാമ്പയിനിങ് ന്യൂസുകളൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഈ മുസ്ലിംസിനോട് പോയി ചോദിക്കാനാണ് മാധ്യമങ്ങൾക്ക് താല്പര്യം. മാധ്യമങ്ങൾ ഓടിച്ചെല്ലുകയാണ് ഈ മുസ്ലിംസിനെ കാണുമ്പോൾ തന്നെ. എന്നിട്ട് ഓടിച്ചെന്ന് ചോദിക്കുന്നു, മോദി വന്നാൽ നിങ്ങളെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ല. അവരോട് ഞങ്ങളെ എവിടെ പറഞ്ഞു വിടും? UP-ന്ന് പറഞ്ഞു വിട്ടോ? സ്ത്രീകള്
അവർ ഇങ്ങോട്ട് ചോദിക്കുക UP എന്ന് പറഞ്ഞു വിട്ടാ, ബീഹാറിൽ നിന്ന് പറഞ്ഞു വിട്ടാ, അവർ ഇത്ര സ്റ്റേറ്റ് ഭരിക്കുന്നില്ല, അവിടുന്ന് എവിടുന്ന് എവിടെ പറഞ്ഞു വിട്ടിട്ടുള്ളതെന്ന് ചോദിക്കുന്നു. ഇവിടെയും പറഞ്ഞു വിടത്തില്ല, അതുകൊണ്ട് ആ കഥ ഒന്നും ഇങ്ങോട്ട് വെക്കണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി. ഏതായാലും ഇതും കൂടെ നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം എത്രത്തോളം ആ പാർട്ടി വളരുന്നതിന്റെ പിന്നിൽ എന്താണ് രഹസ്യമെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് അതിന്റെ രഹസ്യം. എല്ലാവരെയും ഒരുപോലെ കാണാനും അർഹിക്കുന്നവർക്ക് അർഹിക്കപ്പെടുന്ന സ്ഥാനങ്ങൾ നൽകാനും അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയം. കാരണം ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞിരുന്നു, എന്താണെന്നറിയാവോ, ഇന്നലെ കൂടി പറഞ്ഞിരുന്ന കാര്യമാണ്, സുവേന്ദ്ര അധികാരി ആകാൻ സാധ്യതയില്ല, RSS കാരനല്ല പുള്ളി എന്ന് പറഞ്ഞിരുന്നു. യോഗി RSS കാരനായിരുന്നു? യോഗി RSS കാരനല്ലായിരുന്നു, അദ്ദേഹത്തിന് വേറൊരു സംഘടനയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇന്നലെ വരെ ചില മാധ്യമങ്ങൾ എഴുതി വെച്ചിരുന്നു RSS കാരൻ. നമ്മൾ തുടക്കം മുതലേ പറയുന്നു സുവേന്ദ്ര അധികാരി തന്നെ ആയിരിക്കും അവിടുത്തെ, കാരണം അദ്ദേഹമാണ് TMC രാഷ്ട്രീയത്തെ പൊളിക്കുന്നത്, പൊളിറ്റിക്സിനെ പൊളിക്കുന്നത് അദ്ദേഹമാണ്. അപ്പം ആയിരിക്കും എന്ന് പലരും ഇവിടെ പറഞ്ഞിരുന്നു. ആയിരുന്നോ? ഇല്ല. രൂപ ഗാംഗുലിയൊക്കെ അർഹിക്കുന്നതാണ് കേട്ടോ, മുഖ്യമന്ത്രി പദവിക്ക് എല്ലാവിധ അർഹതയുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് സംഘപരിവാറിന്റെ ഫ്ലേവറുള്ള നേതാക്കന്മാരില്ലേ BJP-യിലുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇതിങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതുകൊണ്ട് അർഹിക്കുന്നവർക്ക് ആ സ്ഥാനം കിട്ടും എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി മാപ്രകളുടെ ഒരു തള്ള് ഒന്ന് പൊളിഞ്ഞു കിട്ടുന്നു എന്നുള്ളതാണ്. അതിന് അവർ യാഥാർത്ഥ്യം മനസ്സിലാണ്, ഇതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ അറിയുന്നതുകൊണ്ടാണ് നമ്മളെ കണക്കുള്ള ചാനലുകൾക്ക് വളരെ വിശ്വസനീയമായിട്ട് തന്നെ വാർത്ത ചെയ്യാൻ പറ്റുന്നത്, ജനങ്ങൾ പ്രേക്ഷകർ അത് അംഗീകരിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ വെറുതെ പുറമേ നിന്ന്, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ഓരോ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയം ഈ തിരുവനന്തപുരത്തെ ഏതെങ്കിലും AC റൂമിലിരുന്ന് എഴുതി വെച്ച അത് പൊളിറ്റിക്സ് ആയില്ല, അതാണ് പൊളിഞ്ഞു പോകുന്നത്. അതിനെക്കുറിച്ച് അറിയണം, അതിന്റെ എന്താണെന്ന് അറിയണം. ഇപ്പൊ ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാകുമല്ലോ.